presents. ചേച്ചി ആ എന്തേ കണ്ണിരിന്ന് റൊണാൾഡോ ചേച്ചൻ പോയാ? പോയി. എന്തേ? ഞാനിച്ചിരി മാങ്ങാച്ചാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാവനാ? ആ അമ്മാവന് വായിക്കുന്ന ഒരു രുചി ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാങ്ങ അച്ചാറും പോട്ടെ ചമ്മന്തി അരച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആണാ? അമ്മായിക്ക് എന്ത് കൊടുത്തു വിട്ട്? അമ്മായിക്ക് ഇച്ചിരി മീൻകറി വെച്ച്, പിന്നെ എന്താ തക്കാളി വഴറ്റി, ഉണക്കമീനുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഈ ഉണക്കമീനൊന്നും കൊടുത്തു വിടണ്ടായിരുന്നു ആശുപത്രിയില്. അമ്മാവന് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓ ദൈവമേ, കണ്ണു കഴിഞ്ഞിട്ട് പാടില്ല. കണ്ണു പോയി കഴുകി ചേച്ചി. ഞാനിന്ന് ആലോചിക്കുമായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും നാളെ ചീരത്തോട്ടം വരെ ഒന്ന് പോയാലോ വെച്ചേ. പേടി, അല്ലെങ്കിൽ അമ്മാവൻ പനി വന്നു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ വരും, കാണുമ്പോ അമ്മാവൻ നെഞ്ചുവേദന വന്ന് വീഴും. അവിടെ 3 പണിക്കാരില്ലേ, പിന്നെ എന്തിനാ പോണത്? അമ്മാവൻ പിന്നെ എന്ത് ചീരത്തോട്ടത്തിൽ മാറാതെ നിൽക്കുന്നത്? പണിക്കാരൊക്കെ കണ്ട വഴി. പക്ഷെ ആ പണിക്കാരൊക്കെ നല്ല ആത്മാർത്ഥമുള്ള ചേട്ടന്മാരാണ് കേട്ടാ. ഈ അമ്മാവൻ വെറുതെ നിധി കാക്കണ ഭൂതത്തിനെ പോലെ അവിടെ പാവം അമ്മാവൻ, അത് മക്കളെ പോലെയല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. അമ്മാവനെ ആദ്യം പിടിച്ചായിരിക്കും അവിടെ കിടക്കണം. അല്ലെങ്കിൽ അവനോടൊന്ന് പോകാൻ പറ, കനകനോട്. ഒന്നും വേണ്ട, അമ്മായിക്ക് കുറച്ചു നേരം പൊക്കൂടെ? അമ്മായി എങ്ങനെ ആശുപത്രിയിൽ നിന്ന് പോരുന്നത്? അമ്മായി പകൽ വിടല്ലേ? അതിപ്പോ അത് ശരിയാണ്. ഒന്ന് പോയി ഇടക്ക് നോക്കണം. അങ്ങനെയൊക്കെയാണ് എല്ലാരും. ഇതിപ്പോ നമ്മളിത് ഡാൻസ് ക്ലാസ് പോണോ, അവിടെ പോണോ, ഇവിടെ പോണോ, എനിക്ക് സമയമില്ല. നമുക്കൊന്ന് പോകായിരുന്നു. 2 കെട്ട് ചീരയും കൊണ്ടുവരായിരുന്നു. അമ്മാവനത് ഇതുപോലെ നല്ല ചീര കിട്ടൂലല്ലോ. ചീര മാത്രല്ല, അവിടുന്ന് മറ്റേ കാന്താരിയും പച്ചമുളകും മറ്റേ പയറും അതൊക്കെ പറിക്കാൻ ചെന്ന അമ്മാവൻ കൈവെട്ടും. അമ്മാവൻ അവിടെ ഉള്ളപ്പോ കൈവെട്ടും, ഇല്ലാത്തപ്പോ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇപ്പൊ പറയും പോവാ. അതുകൊണ്ടല്ല, അവിടെ വെള്ളമൊന്നും ഒഴിക്കണുണ്ടാവില്ല എന്നൊരു തോന്നല്. പിന്നെ അമ്മാവൻ അത് അവിടെ കിടന്നോണ്ടാണെങ്കിലും ആ ചേട്ടന്മാരെ വിളിക്കുന്നുണ്ടാവും. അത് ശരിയാട്ടാ, വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണും. അത് ശരിയാ. ഞാൻ പോട്ടെ. ഇത് കറി വെച്ചിട്ട് കൂടി. ഇനി ഇത് ആവണ്ടേ ചേച്ചി? അങ്ങോട്ടേക്ക് തന്നാ മതി. തരാനല്ല, ഞാനൊന്ന് പോയി മേല് കഴുകാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇത് ഞാൻ വെക്കാനോ? അയ്യടാ പൊക്കോടുന്നു സാധനം. ലില്ലി എന്തോ ഇറങ്ങിയാ? ഒന്നും കഴിക്കണ്ടേ? വേണ്ടിട്ട് ഞാൻ ചെല്ലട്ടെ. ഞാൻ ചെന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യവും നടക്കത്തില്ല. ബാത്റൂമിൽ പോക്ക് പോലും. അതിനവിടെ റൊണാൾഡോ അച്ചാച്ചനുണ്ടല്ലോ ആശുപത്രിയില്. ആരുണ്ടായാലും എന്തുവാ, അങ്ങനെ സ്വഭാവം നിനക്കറിയത്തില്ലയോ? അല്ല, എന്നാലും പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ. അല്ലടി, ഞാൻ ചെന്നിട്ട് വേണ്ടേ അവന് വരണ്ടേ? അവന് ജോലിക്ക് പോകണ്ടേ? ഫസ്റ്റ് ജോലിക്ക് പോകണതിന് ഇഷ്ടം അവിടെയൊക്കെ തന്നെ ഇരിക്കണതാ. അമ്മായി എവിടെ പോന്ന്? ഞാൻ ആശുപത്രി പോകുന്നു. നീ എവിടെ പോ രാവിലെ? എനിക്ക് ഇന്ന് പൗരസമിതിയുടെ വായനശാലയുടെ തറക്കല്ലിടല് പരിപാടി ഉണ്ട്. അന്നാ ഒരു കാര്യം ചെയ്യാം, എന്തായാലും അമ്മായി ആശുപത്രി പോവല്ലേ, ഞാൻ ആശുപത്രി കയറിയിട്ട് അമ്മാനെ കണ്ടിട്ട് പരിപാടിക്ക് പോവാം. അയ്യോ എടി, സന്ദർശകരെ വൈകുന്നേരം കയറ്റത്തുള്ളൂ. രാവിലെ കയറണമെങ്കിൽ പാസ് വേണം കൊച്ചേ. പാസ് ഇല്ലേ? ഇല്ല, നമ്മുടെ ഒന്നല്ലേ ഉള്ളൂ. അതോ റൊണാൾഡിന്റെ കയ്യിലാ. അതാ മേടിച്ചല്ലേ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റൂ. അതിന് നമുക്ക് എന്തിനാ പാസ്? അതെന്താ? മന്ത്രിമാർക്കും മെമ്പർമാർക്കും MLA-മാർക്കും ഒന്നും പാസ് വേണ്ട, നമുക്ക് എല്ലായിടത്തും കേറാം. അങ്ങനെയുണ്ടോ? എങ്കിൽ നമുക്ക് പോവാം. നിക്ക്, ഞാനും വരാം. അതെനിക്കറിയാം. എന്തൊക്കെ സുഖമാ. അതെ, പോകാന്നാ. സാരി എന്താ പൊങ്ങിയിരിക്കുന്നത്? എന്തു ചേച്ചി സാരി പൊങ്ങിയിരിക്കുന്നല്ലേ? ധൃതിയല്ലേ? മതി പോ. എന്നിട്ടും കാണുന്നുണ്ട്. പോയിട്ട് സാരില്ല. പേരെഴുതാം. ആരൊക്കെ? കള്ളൻ, രാജ്ഞി, മന്ത്രി, പോലീസ്. അല്ല, പോയിന്റ് എഴുതാൻ നമുക്ക് നമ്മുടെ പോയിന്റ് എഴുതാൻ പേര് തന്നെ. അപ്പൊ 4 എണ്ണം വേണം അല്ലേ? നോക്കട്ടെ. സെറ്റ് കളിക്കാൻ അറിഞ്ഞൂടാന്നല്ലോ, നമ്മള് പണ്ട് കളിച്ച. അത് ഇവൻ അറിഞ്ഞൂടാന്ന് തോന്നുന്നു. ഇപ്പൊ ഹോസ്റ്റലിൽ ഇതൊക്കെ പരിപാടി. ബിങ്കോ, കള്ളനും പോലീസും. ചേച്ചി എന്ന് പോകും? ഞാൻ 2 ദിവസം കഴിയുമ്പോ പോവും. 2 ദിവസമല്ലേ അവധിയുള്ളൂ. ചേച്ചി പോകണ്ട ചേച്ചി, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഇവരാ? ചേച്ചി ഇവിടെ നിൽക്കുന്ന എനിക്കിഷ്ടം. ചേച്ചി പോവണ്ട, ഞങ്ങള് ബോറടിക്കും. ഇങ്ങനെ എന്റെ വില മനസ്സിലാകട്ടെ. പിന്നെ നിങ്ങൾ ഇപ്പൊ പറയുന്ന ഇതൊക്കെ കുറച്ചു നാൾ കഴിയുമ്പോ നിങ്ങളും പഠിക്കാൻ അവിടെ ഇവിടെയൊക്കെ പോകും. അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും കൂടെ എന്നെ പഠിക്കും.
വാ വാ പിന്നെ കളിക്കാം, പൈസ കുടിക്കാം. പൈസ പിന്നെ അല്ലാതെ അവള് ഇന്നലെ വരാൻ ലേറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയേനെ. അമ്മ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി സ്വീറ്റ്സ്. വാ വാടാ. ഒരു കണക്കിന് ചേച്ചി പോകുന്ന തന്നെയാ നല്ലത്. അതെന്ത്? ചേച്ചി പോയാലേ ചേച്ചി പോയിട്ട് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ള സീസ് ഒക്കെ കഴിക്കാലോ. ഓ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ലേ? ഓ വാ എന്നിട്ട് കളിക്കാം. ഇതെടുത്ത് വെക്ക്. ലില്ലിപ്പെണ്ണെ, ഹോസ്പിറ്റലിൽ കുറച്ച് സമയത്തൊക്കെ ചന്ത പരുവായെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പാസ് എൻ്റെ ഇരിക്കുവാന്നല്ലോ, ഞാൻ പടി ഇറങ്ങി വന്നിട്ട് അമ്മായിക്ക് ആ പാസ് കൊടുത്തു. അമ്മായി പിന്നെ അതുകൊണ്ടങ്ങ് കയറി, ഞാനിഞ്ഞ് പോരുവാന്നല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു പാസിനകത്ത് ഒരാളെ കയറ്റി കൊടുത്തുള്ളൂ, തങ്കഞ്ചേട്ടത്തിൽ കയറാൻ പറ്റത്തില്ല. ആ ചേട്ടൻ പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ മെമ്പറാ, എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് അമ്മായി പാസും കൊണ്ട് അകത്തോട്ട് കയറി. തങ്കഞ്ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നു. അവിടുത്തെ അമ്മായി കയറി കഴിഞ്ഞിട്ട് പാസ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേനെ തങ്കഞ്ചേട്ടത്തെ സെക്യൂരിറ്റി തടഞ്ഞു. അപ്പോൾ തങ്കഞ്ചേട്ടൻ പറഞ്ഞു ഞാൻ മെമ്പറാണ്, ഇപ്പോൾ ചാർജ് എടുത്തതേ ഉള്ളൂ, അതായതെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, പാസ് ഇല്ലാതെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സംസാരമായി. അവസാനം വാക്കേറ്റം തുടർന്ന് ഒന്നും തള്ളുമായി. എങ്ങനെയോ ആ സെക്യൂരിറ്റി താഴെ വീണ് അയാളുടെ കൈ പോയിട്ട് പടിയിലിടിച്ചു. എന്നിട്ട് തങ്കം അവിടെ ബഹളം ആയപ്പോഴത്തേനും തങ്കഞ്ചേട്ടത്തിന് നൈസായിട്ട് അങ്ങ് മുങ്ങി. ദൈവമേ, അമ്മായി എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയോ, ഒരു പാസേ ഉള്ളു, ഒരു പാസിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചിയാണ് പറഞ്ഞു അതൊന്നും സാരില്ല, ഞാൻ മെമ്പറല്ലേ, എന്നെ കയറ്റി വിടുവെന്ന് പറഞ്ഞു. മെമ്പർ ഉള്ള കാര്യം പറയാലോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും മെമ്പർ ആയതിനു ശേഷം തങ്കച്ചേട്ടത്തെ ഭയങ്കര ചാടയും പത്രം, പിന്നെ ജന്മനാളുള്ള മണ്ടത്തരം പറയണം. ഞാൻ പിന്നെ ഉടനെ ഈ വിഷയം രൂക്ഷമായപ്പോഴത്തെ ഞാൻ ക്ലീറ്റോമച്ചമ്മയെ വിളിച്ചു. അച്ചമ്മയെ വിളിച്ച കാര്യം പറഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറയടാ അറിഞ്ഞായിരുന്നു ഞാൻ, പുള്ളി അപ്പക്കുട്ട സാറിന്റെ ഒരു കയ്യാളാ, അടുത്ത ആളാ, പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാ. അപ്പൊ പറഞ്ഞത് പാർട്ടിവൽക്കരിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ എങ്ങനെയും ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് മറ്റമ്പി ആരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുക. ഈ ചേച്ചിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന, ഒരു അധികാരം കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത്രയും ചാട കാണിക്കേണ്ട കാര്യം എന്തുവാ? അല്ല അവളങ്ങനെ നിങ്ങളാരും കുറ്റം പറയുകയൊന്നും വേണ്ട. അല്ല നീതിയും ന്യായത്തിനെ അവള് കൂട്ടി നിൽക്കൂ, അല്ലെങ്കിൽ അവൾ പ്രതികരിക്കും. നീതി ന്യായത്തിനൊക്കെ കൂട്ടുന്നതിന് മരുന്ന് എന്താന്ന് വെച്ചാൽ അനുഭവിക്കട്ടെ, അത്ര തന്നെ. ഇത് ചെറിയ കളി നിൽക്കത്തില്ല മിക്കവാറും. ഞാനങ്ങോട്ട് ഇല്ല. നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാൻ? ഫോൺ സൈലന്റ് ആയിരുന്നായിരിക്കും. സൈലന്റ് ആക്കി വെച്ചോണ്ട് നടക്കാൻ പിന്നെ എന്തിനാ ഫോൺ കൊണ്ട് നടക്കുന്നത്? ആശുപത്രിയിൽ എന്തായിരുന്നു പോലും അറിഞ്ഞല്ലോ, സെക്യൂരിറ്റിക്കാരന്റെ അഹങ്കാരം. അവിടുത്തെ ഡോക്ടർമാർക്കില്ല, നേഴ്സുമാർക്കില്ല, കമ്പൗണ്ടർമാർക്കില്ല ഇത്രയും അഹങ്കാരം. ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. നിങ്ങളെന്താ അറിഞ്ഞത്? നീ അവനെ പിടിച്ച് തള്ളിയിട്ടെന്ന് പറഞ്ഞു. ആഹാ, തള്ളിയിട്ടോ? ഞാൻ തള്ളി ഒന്നും ഇട്ടല്ല, അയാൾ തന്നി തെറിച്ച് തന്നെ പോയി വീണതാ. അത് നിനക്ക്. പക്ഷെ അവനോട് ചോദിച്ചപ്പോ അവന്റെ പിടിച്ച് തള്ളി, അവന്റെ കൈ മുറിഞ്ഞ്, അവന്റെ കൈ പൊട്ടലുണ്ട്. ആ ഉണ്ടെങ്കിൽ നല്ല കാര്യമായി പോയി. ഒരുപാട് അഹങ്കാരം കാണിക്കരുത്. ഞാനത് ഒരു കണക്കിന് അവനോട് സംസാരിച്ച് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാപ്പങ്ങ് പറഞ്ഞാൽ മതി. എന്തോ എന്ത്? ഞാൻ മാപ്പ് പറയാനോ? പിന്നെ ഞാൻ പോയി പറയാം, നീയല്ലേ തെമ്മാടിത്തരം കാണിച്ചത്. പിന്നെ ഞാൻ കൊറേ മാപ്പ് പറയും, നോക്കിയിരുന്നാ മതി രണ്ടും. ഓ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല ക്ലീറ്റോ. കാര്യം ഞാൻ പറയാം, നീ വിചാരിക്കുന്ന ആളല്ല അവൻ. അവൻ സെക്യൂരിറ്റിന്ന് കാഴ്ചക്ക് നിനക്ക് തോന്നുന്നു അവൻ അപ്പുക്കുട്ട സാറിന്റെ വേണ്ടപ്പെട്ട ആളാണ്. അറിയാം, അപ്പുക്കുട്ട സാറിന്റെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണല്ലോ മാപ്പ് പറയാൻ വേണ്ടിട്ട് ഒപ്പിടിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയാള് ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലാന്നും എനിക്കറിയാം. അവിടെ ഇവിടെ നിന്ന് എന്നെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അയാൾ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, നീ വിചാരിക്കണ പോലെ അല്ല കളി. ഇത് വഷളായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ നിൽക്കൂല തങ്കം. ആ പിടിച്ചാ നിക്കണ്ട, അത് തന്നെ എല്ലാരോടും പറയാനുള്ളത്. പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം കാണിക്കാന്ന് ആരും വിചാരിക്കണ്ട. നീ ഒരു മറ്റേ മെമ്പറായി എന്ന് പറഞ്ഞിട്ട് നീ ഇന്ത്യൻ പ്രസിഡന്റ് ആയെന്നുള്ള ധാരണ ഉള്ളിൽ വെച്ചേക്കണ്ട. എന്തായാലും ഞാൻ മെമ്പറായല്ലോ. ഒരു മെമ്പർ ഒരു പുല്ലുമല്ല, നിസ്സാരമാണത്. ആണോ? മെമ്പർ പുല്ലു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മെമ്പർ ആവാൻ വേണ്ടിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോടൊക്കെ മാന്യമായി ഇടപെടണം. അത് തിരിച്ചും വേണം. ഒരു മെമ്പറിനോട് പെരുമാറേണ്ട രീതി അയാൾക്ക് അറിയാൻ പാടില്ല. ആഹാ, നീ പാസ്സില്ലാതെ ഇടിച്ചെന്ന് കയറിയിട്ടല്ലേ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരു മനുഷ്യൻ കയറി വരുമ്പോ ഇങ്ങനത്തെ വർത്താനോട് പറയട്ടെ. സെക്യൂരിറ്റി എന്നുള്ളതിന് നീ അവന് തലയിൽ ചാടി കയറാന്ന് വിചാരിക്കണ്ട. നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ട്. എനിക്ക് ഒരു തോന്നലുമില്ല, നിങ്ങൾക്കൊരു തോന്നലുണ്ട്. നിങ്ങൾ ലോകം എമ്പാടുമുള്ള പാർട്ടിയാന്ന്. വരുമ്പോ അറിയാം, നീ നോക്കിക്കോ. ഇപ്പൊ നീ പറയും ഒരു പാർട്ടിക്കാരനും കാണൂല അവസാനം ജയിലിൽ കിടക്കുമ്പോ. വേണ്ട, ഞാൻ ഒറ്റക്ക് അങ്ങ് പോയി കിടന്നോളാം. എന്ത് കഷ്ടമാണിത്. ഇത്തിരി ഒച്ചയായിട്ട് സംസാരിക്കുന്നതിനാ പറഞ്ഞാ മനസ്സിലാവാത്തോടത്ത് പിന്നെ എന്ത് ചെയ്യണത്? രണ്ടുപേരും രണ്ട് പാർട്ടിയിലായോണ്ടേ ഇവിടെ ഇപ്പൊ എന്നും വഴക്കാം.
അതെ, മക്കൾ രണ്ടുപേരും കൂടെ ചെന്ന് തള്ളക്ക് ഇച്ചിരി വകതിരിവ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയെങ്കിലും തലയിൽ കയറട്ടെ. രണ്ടുപേരും കണക്കാണ്. ആ ആ. ഓ, ഈ ലൈലെ തള്ള മോളല്ലേ, ചെല്ലാം അങ്ങോട്ട്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ഇങ്ങനെയുണ്ടോ? ഇതൊരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ എന്താ അത് ഞാൻ മറന്നു പോയെന്നേ. വാടിയല്ലേ അത്. പിന്നെ അത് വാടിപ്പോയി. ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. എല്ലാം അതെ. ഉം. എടി ആ സെക്യൂരിറ്റിക്കാരന്റെ കാര്യത്തിൽ എന്തോടി തീരുമാനം എടുത്തേക്കുന്ന തങ്കം പരിഹരിക്കോ? ഇപ്പൊ തന്നെ പരിഹരിക്കും. ക്ലീറ്റോ ചേട്ടൻ എത്ര പ്രാവശ്യം ചേച്ചിയുടെ പുറകെ നടന്നെന്നറിയാം. നമുക്ക് അവിടെ പോയെന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട് ചേച്ചി സമ്മതിക്കണ്ടേ? ചേച്ചി സമ്മതിച്ചാൽ അമ്മ കലിപ്പ്, അമ്മ സമ്മതിച്ചാൽ ചേച്ചി കലിപ്പ്. രണ്ടും അമ്പിനും വില്ലിനും അടുക്കണില്ല. കൊള്ളാം. അങ്ങനെ നീ ആ സെക്യൂരിറ്റിക്കാരൻ കൊണ്ടുവന്ന് പരാതി കൊടുത്താലേ അവളുടെ കാര്യം കുഴപ്പത്തിലാവും. അതെന്ത്? എടി തങ്കം അയാളെ തെള്ളി ഇട്ടത് കൊണ്ടല്ലയോ അയാൾ പിറകിലോട്ട് ചെന്ന് കൈകുത്തി വീണത്. അമ്മായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അകത്ത് കണ്ടോണ്ട് നിന്നേല്ലയോ. നമുക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്തോ പറയാനോ? അതങ്ങ് പോയി ആ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് പറയണ്ട. ഹലോ, അതെ അതെ അതെ, ക്ലീറ്റസ് മത്തായി ആണ്. ആ, ലോണോ? 5 ലക്ഷം തിരിച്ചടയ്ക്കണോ? ആ, എനിക്ക് തിരിച്ചടയ്ക്കാത്ത ലോൺ വല്ലതും ആണെങ്കിൽ ഞാൻ നോക്കാം. തൽക്കാലം നിങ്ങൾ വെച്ചേരാം കേട്ടോ. ലോണ് തരാൻ കുറേ ആ ചീരത്തോട്ടത്തിൽ ചെന്ന് കിടന്ന് വെയിലും മഴയും കൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. അവൻ ഈ രോഗവും വരുത്തിക്കൊണ്ട് ആശുപത്രി പോയി കിടക്കണ്ടേ? ഓ, പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെ പഠിച്ചിരുന്ന ഒരു ചെറുക്കനാണ് എൻ്റെ ദൈവമേ. അന്ന് അവൻ നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ഇന്നൊരു ഡോക്ടറായേനെ അവൻ. ആരെ കാര്യമാണ് പറയണത്? എൻ്റെ ഗിരിരാജൻ്റെ കാര്യം. ഡോക്ടറാ? ആ, ഇത് ആ, അല്ല അല്ല, ഇപ്പോഴും ഡോക്ടർ തന്നെയല്ലേ, ചീരയുടെ ഡോക്ടറാണെന്നുള്ളതേ ഉള്ളൂ. എടാ റൊണാൾഡോ, നീ പോണെങ്കിൽ ഒന്നിങ്ങോട്ട് പോ. ആ, പിള്ളേരപ്പുറത്ത് എപ്പോഴേ റെഡിയായി നിൽക്കുന്നെന്നറിയാം. എവിടെയാണ്? ചീരത്തോട്ടത്തിൽ ഒരു കാവലാളായി. അമ്മാവൻ ആശുപത്രി കിടക്കുമ്പോഴും ഒരേ ടെൻഷൻ. മടായി വെള്ളം വന്ന് നിന്നോ, മട്ടി വിട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് ആള് വരുമ്പോൾ അധികം ചീര പറിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടില്ല. നമ്മളെ ചെയ്യാവുന്ന സഹായം ചെയ്യാന്ന് കരുതി. ആ, അത് ശരി. പിള്ളേരും വരുന്നുണ്ട്. പിള്ളേരും ഉണ്ട്. ഓ, ഇതിപ്പോ വെറും സേവനമാണോ അതോ അല്ല ഒതുക്കിയിട്ടുണ്ടോ? എന്തൊരു വർത്താനം വെച്ചു. അങ്ങനെ എന്തോരം എന്നെ സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഞാൻ പൈസ മേടിക്കാനോ? വണ്ടിക്കൂലിക്ക് 500 തന്നു. 500? 500 ഉള്ള വേറെ ഒന്നുമില്ല. പിന്നെ ചെലവിലൊരു 500 തന്നു. 500 തീരുവോ? പിന്നെ 1000 കടം ചോദിച്ചിട്ടുണ്ട്. 2000 പോയി അമ്മാവൻ്റെ. അവിടെ ഒരു തച്ചുകൂലി അത് എത്ര തന്നെ തന്നെ നിനക്കിതൊക്കെയാണോ നല്ലത്? മറ്റേ സെക്യൂരിറ്റിക്കാരൻ്റെ സംഭവം ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഇനി പ്ലേറ്റ് ഇട്ടാൽ തന്നെ അയാൾക്കത് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ശേഷിക്കറവൊക്കെ ഉണ്ടാവും. കേസിലും എല്ലാം പോവും. പിന്നെ പോവാതിരിക്കുമോ? അപ്പോൾ ഞാനത് അവനെ ഒരു രീതിയിൽ അവൻ്റെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു മാപ്പ് എവളങ്ങ് പറഞ്ഞാൽ തീർന്നേനെ. പക്ഷെ പറയൂല, മാപ്പ് പറയൂല പോലും. മാപ്പ് പറയാനാ? ഞാൻ പോലീസുകാരൻ്റെ ഭാര്യ, എൻ്റെ മോൻ പോലീസുകാരൻ, എൻ്റെ മോള് മെമ്പർ. ഞങ്ങളുടെ മാപ്പ് പറയണമെന്നാ? ഈ മാപ്പെന്ന് പറയുന്നതേ ഞങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല. ഞങ്ങൾ മാപ്പ് പറയുന്നില്ല. പറയണ്ട, പറഞ്ഞത് അനുഭവിച്ചാൽ മതി എല്ലാരും കൂടെ. എന്റെ അമ്മേ, ഇവിടുത്തെ പ്രമുഖൻ കുറേ ശ്രമിച്ചു എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ. അവിടെ ഇരിക്കുള്ളൂ. ഈ മറ്റേ ഇവിടത്തെ തമ്പുരാട്ടിയൊന്നും അല്ല ഈ പാങ്ങോട് പ്രദേശത്തെ. അല്ല, അങ്ങനെ നിന്റെ ഉള്ളിൽ ഞാൻ ഇവിടുത്തെ മെമ്പറാ, പഞ്ചായത്ത് മെമ്പർ. മെമ്പർ ഭയങ്കര മെമ്പർ. ഇതേ DDT പാർട്ടിക്ക് മെമ്പർ കിട്ടാത്തതിന്റെ വിഷമം. കാണാൻ നീ നോക്കിക്കോ. ഞാൻ അവരത്തന്നെ കാല് പിടിച്ചവരോട് നിനക്കൊന്നും രാഷ്ട്രീയം അറിഞ്ഞൂടാ. കാണാം. പിന്നെ ഞങ്ങള് പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. കുടയൊക്കെ എടുത്തു, മഴ കയറുന്നുണ്ട് കേട്ടോ. എന്ത്? ഒന്നുമില്ല, വരുമ്പോഴേ അമ്മയും മോളും കൂടെ അങ്ങ് അനുഭവിച്ചാൽ മതി. എന്തെങ്കിലും എന്റെ പേരിൽ വരുമ്പോ ഞങ്ങൾ അങ്ങ് അനുഭവിച്ചോളാം. നിങ്ങൾ എന്നെ അനുഭവിക്കാനുള്ളത്, വേറെ ആരും അനുഭവിക്കൂല. അങ്ങനെ പേടിച്ചാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. പേടിപ്പിച്ചാ പേടിക്കണതൊക്കെ നിങ്ങളല്ലേ ഭരണം നിങ്ങളെ കയ്യിലാണല്ലോ. ഒരു പേടിപ്പിക്കല്.
മാപ്പ് പറയാൻ നടക്കുന്നത്. ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ എവിടെയെങ്കിലും തന്നെ പോയി വീണതിന് ഞാനാണോ കുറ്റക്കാരി? കാര്യങ്ങൾ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ആരെ കാപ്പി ഇട്ടത്? മുത്താണോ? ഒത്തിട്ടില്ല. പിന്നെ നല്ല കാപ്പിയാ. മക്കളുടെ കുഴപ്പമല്ലത്. കാപ്പിപ്പൊടിയുടെ കാപ്പി കുടിക്കണമെങ്കിൽ കൊടങ്ങാള പള്ളിയുടെ പുറയുള്ള പഞ്ചായത്തിന്റെ സൈഡിൽ ഔതുക്കുട്ടിച്ചാന്റെ കട. ഓ, എവിടുന്നൊക്കെ ആൾക്കാർ കാപ്പി കുടിക്കാന്നറിയോ? കുറച്ച് ഇച്ചിരി താഴെ ഉള്ള കാര്യമേ പറഞ്ഞു. അല്ലെങ്കിലും കൊടങ്ങാവള കഴിഞ്ഞിട്ട് ഒരു രാജ്യമില്ല. സത്യം. എന്ത് വന്നാലും ഇന്നാള് പറയാണ് കൊടങ്ങാവളയെ കിട്ടണം മീൻ. കൊടങ്ങാവളയ്ക്ക് പ്രത്യേകം കടലുണ്ടോ? അവിടെ വിഴിഞ്ഞ ഹാർബർ അടുത്താ. നല്ല ഫ്രഷ് മീൻ കിട്ടും. താഴെ മറ്റേ പരീതന്റെ കടയിൽ പോയി പയറ് പൊട്ടി പഞ്ഞനം കുത്തുന്ന. എന്റെ ദൈവമേ, ഡ്രസ് തുണി എടുക്കണമെങ്കിൽ കൊടങ്ങാവള, കാപ്പി എടുക്കണമെങ്കിൽ കൊടങ്ങാവള, പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ കൊടങ്ങാവള. അങ്ങോട്ട് പോടേ. ഒരു ഗ്ലാസ് കാപ്പി നിങ്ങൾ മേടിച്ചു കുടിച്ചാൽ ഈ തീരുമാനം നിങ്ങൾ മാറ്റും. ഒരു മാറ്റലുമില്ല. ഞങ്ങളുടെ പരമഞ്ചേട്ടന്റെ കടയിൽ നിന്ന് കുടിച്ചു നോക്ക്. അത് ചായയും പഴംപൊരിയും. ഇത് കട്ടൻ കാപ്പി അല്ല, കറുകറ കളറുള്ള കട്ടൻ കാപ്പി. എടാ, നീ കാപ്പിക്കഥയൊക്കെ അവസാനിപ്പിച്ചിട്ട് നീ ഒന്ന് ആശുപത്രിയിലോട്ട് ചെല്ലടാ. അങ്ങനെ ഒറ്റയ്ക്കല്ലേ ഉള്ളടാ അവിടെ? ഒറ്റയ്ക്കാവുന്ന അമ്മമാർ എപ്പോഴും നല്ലത്. ഇപ്പൊ ആ വാർഡിലോട്ടൊന്ന് ചെല്ലണം. ആ വാർഡിലുള്ള സുന്ദരിമാരായ നേഴ്സുമാർ മൊത്തം അമ്മാന്റെ ബെഡിന് ചുറ്റില്ല നെയ്യപ്പത്തിനൊട്ട് ഈച്ചരിക്കത്തില്ലേ, അതേപോലെ ഇരിക്കും. സംഭവം എന്തോ ബോംബെയിലെ ബെടായി കഥകളും തീരെ ഉണ്ടായ കഥകളും കൗണ്ടറിന്റെ കല്യാണത്തിൽ തമിഴ്നാട്ടിൽ പോയുള്ള കഥകളൊക്കെ കേട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഡിസ്ചാർജ് ചെയ്താലും അമ്മാന്ന് ഇനി തിരിച്ചു വരുന്നു എനിക്ക് തോന്നില്ല. ഉള്ളതല്ലേ അമ്മയുടെ ചെറുക്കനെ പറഞ്ഞ അമ്മയ്ക്ക് ചേച്ചി ഏട്ടൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ അവിടെ ഇരിക്കുന്നേടി. ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മര്യാദക്ക് ചേച്ചി ആ സെക്യൂരിറ്റി അടുത്ത് പോയി മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ പ്രശ്നം വഷളാവൂ എന്ന് പറഞ്ഞു. അത് പറയാനായിട്ട് ചേച്ചിനെ കുറെ പ്രാവശ്യം വിളിച്ചത്. പിന്നെ ഞാൻ പോയി പറയണ? സംശയം ഉണ്ടെങ്കിൽ ചേച്ചി വിളിച്ചു നോക്ക്. ഇതിപ്പോഴേ മച്ചമ്മയുടെ പിടിപാട് വെച്ച് അന്വേഷിച്ച് കാണും. സർവീസ് ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്തുള്ള കേസ് കൈവിട്ടു പോകും. എന്താടാ പറയാം. പറയാന്ന് പറഞ്ഞില്ല. ഇതെന്ത് പാടിത്? പറയാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞോളാം. ക്ലീറ്റോ വരുന്നത്. എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ക്ലീറ്റോ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഞാൻ. എന്താ ഇനിയിപ്പോ ക്ലീറ്റോനൊരു നാണക്കേട് ഉണ്ടാക്കണ്ട. ഞാൻ അത് അത്ര അങ്ങോട്ട് ഓർത്തില്ല. വേണമെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനോട് പോയെന്ന് മാപ്പ് പറഞ്ഞേക്കാം. വാ. ഓ, എനിക്ക് അത്ര വലിയ നാണക്കേടൊന്നുമില്ല. കാരണം ഇതിലും വലിയ നാണക്കേട് ഞാൻ അനുഭവിച്ച് കഴിഞ്ഞ ആളാണല്ലോ. പിന്നെ സെക്യൂരിറ്റിക്ക് അയാൾക്ക് മാപ്പൊന്നിന് വേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലോ എന്റെ പൊന്നെ. അയാളെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ. വധശ്രമത്തിനാണ് കേസ് കൊടുത്തേക്കുന്നത്. ജാമ്യമില്ല വകുപ്പാണ്. അകത്ത് കിടന്ന് ഗോതമ്പുണ്ട തിന്ന. എന്റെ ദൈവമേ. ചേച്ചി ബോധമുണ്ട്. ഇനിയിപ്പോ ബോധം കെട്ടി വേണ്ടിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പെൺപിള്ളേരായാലേ ആണുങ്ങളെയൊക്കെ ഒരു ഇത്തിരി അനുസരിക്കണം. ഈ ചെറുക്കൻ എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞതാ പോയി മാപ്പ് ചോദിക്കുന്നു. നീ അനുസരിച്ച ഇനി പോയി കിടന്ന് ഗോതമ്പുണ്ടോ ഇന്ന നീ? ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യമാരെ അനുസരിക്കണം. എന്റെ കെട്ടുകാനെ ചലിക്കരുത് പറഞ്ഞ ഞാൻ ചലിക്കത്തില്ല. അറിയാമോ നിനക്ക്? അത്ര നിശബ്ദമായിരുന്നു ഞാൻ. ഇനിയിപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മാപ്പ് പറഞ്ഞ് ഒന്ന് ഒത്തുതീർപ്പാക്കാനൊക്കുമോ? അല്ല, ഈ മാപ്പ് എന്ന് പറയുന്ന വാക്ക് നിങ്ങളെ കുടുംബ നിഘണ്ടുവിൽ എഴുതി ചേർത്തോ അതോ നിങ്ങൾ നിഘണ്ടു മാറ്റിയോ? ഗോതമ്പുണ്ടേ തിന്ന കേട്ടാ.
ഉഫ്.